അപ്പൊ ഇപ്പൊ ആൻഡ്രൂ സാറിനാണെങ്കിലും 2 ക്യാരക്ടർ ചെയ്തു ഒറ്റ മൂവിയിൽ തന്നെ. അപ്പൊ നമ്മൾ പൊതുവെ പറയാറുണ്ട് ഇപ്പൊ പല പല ക്യാരക്ടർ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറയും. പക്ഷെ ഈ 2 വ്യത്യസ്തമായ 2 തലത്തിൽ ചിന്തിക്കുന്ന 2 ജനറേഷൻ ക്യാരക്ടർ എങ്ങനെ ഹാൻഡിൽ ചെയ്തത്? ഞാൻ അങ്ങനെ ഒരു കോൺഷ്യസ് തോട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം എനിക്കിങ്ങനെ ഈ കഥാപാത്രത്തെക്കുറിച്ചോ ഈ കഥയെക്കുറിച്ചോ പറഞ്ഞപ്പോഴും ഇങ്ങനെ ഒരു ചലഞ്ച്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ എൻ്റെ അടുത്ത് മാധവൻ എന്നുള്ള കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ വായിക്കുമ്പോൾ ഞാൻ മാധവനാവുന്നു എന്നുള്ളതേ ഉള്ളൂ. മറ്റേ കേശുവിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് വായിക്കുമ്പോൾ കേശുവാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഡിസ്കഷനിൽ ഇറ്റ് വാസ് വെരി ക്ലിയർ. ബിക്കോസ് എൻ്റെ മനസ്സിലും ക്ലിയർ ആയിരുന്നു എന്താണ്. ബിക്കോസ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സീൻ ഈ അച്ഛനും മോനും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. ആൻഡ് ഇറ്റ്സ് എ ലെങ്തി സീൻ, അതും നൈറ്റ്ലി. അപ്പൊ ആ സമയത്ത് ഈ 2 പേരും അടുത്തടുത്താണ്. അപ്പൊ അതിൽ ഡ്യൂപ്പ് ഉണ്ട്. അതെങ്ങനെയാ ചെയ്യേണ്ടത്, അത് ക്യാരക്ടർ, ആ ക്യാരക്ടറൈസേഷൻ ക്ലാരിറ്റി ഇല്ല കൊണ്ട് ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഒരു സോങ് വരുന്നുണ്ട് അല്ലേ? സോങ് ഉണ്ട് അതിൽ. സോങ് അതെനിക്ക് തോന്നുന്നു ഒരു ആക്ടർ, ഇപ്പോൾ ഞാനല്ല വേറെ ആക്ടർ ആണെങ്കിലും 2 സമയത്ത് 2 കഥാപാത്രം ചെയ്യേണ്ടി വരാറുണ്ടല്ലോ ഒരു സിനിമയിൽ. ഇതിപ്പോൾ 2 ഒരെണ്ണത്തിൽ ചെയ്യുമ്പോഴാണല്ലോ ഈ ചോദ്യത്തിന് പ്രസക്തി. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഞാനൊരു സിനിമയിൽ 42 വയസ്സുകാരനെ അവതരിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് അടുത്ത സിനിമയിൽ എനിക്ക് 84 വയസ്സിന്റെ ക്യാരക്ടറെ കിട്ടാം. ഇത് കമ്പൈൻഡ് ആയിട്ട് വന്നേ ഉള്ളൂ. ഞാനത് ചോദിച്ചത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ആ ഒരു ട്രാൻസിഷന്റെ ഒരു ചാലഞ്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്. അത് ഇവിടെ നമുക്ക് അതിനേക്കാൾ കൂടുതൽ ഒരു ചാലഞ്ച് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രൊഡക്ഷൻ ഒരു ബഡ്ഡിങ് സ്റ്റേജിലുള്ള പ്രൊഡക്ഷനാണ്. നമുക്ക് ലിമിറ്റേഷൻസ് ഒത്തിരി ഉണ്ട്. അപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നിന്നിട്ട് വേറൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു സാധനം ചെയ്യുക അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇല്ല നമുക്ക്. അവിടെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. ആ ചാലഞ്ചാണ് നമ്മൾ ഓവർകം ചെയ്യുന്നത്. കാരണം നമുക്ക് മേ ബി ഒരു 2 days ടൈമിനകത്ത് ഒരു ക്യാരക്ടറിൻ്റെ ഗെറ്റപ്പ് മാറ്റിയിട്ട്, അതായത് 84 ഇയേഴ്സിൻ്റെ ക്യാരക്ടറിൻ്റെ ഗെറ്റപ്പ് മാറ്റുന്നു 2 മണിക്കൂർ കൊണ്ട്. പെട്ടെന്ന് നമ്മൾ കേശുവിൻ്റെ സീൻ എടുക്കുന്നു. ആ കേശുവിൻ്റെ സീൻ കഴിഞ്ഞാൽ മറ്റേ ആക്ടേഴ്സിന്റെ സീൻ എടുക്കാൻ വേണ്ടിയുള്ള സമയത്തിനിടയിൽ ഞാൻ മാധവന്റെ ഗെറ്റപ്പിലേക്ക് മാറുന്നു. അപ്പൊ ഡ്യൂപ്പിന് പിന്നെ അഭിനയിക്കണ്ട, ഫിസിക്കൽ നിന്നാ മതി. അപ്പോ ആ ഒരു ട്രാൻസിഷൻ ഗെറ്റപ്പിൽ മാത്രമല്ല ഇമോഷൻസിലുണ്ട്. അത് ചാലഞ്ചിങ് ആയിരുന്നു. സൗണ്ട് ആ എക്സ്പ്രഷൻ ഓഫ് വോയിസ് ഡിഫറെന്റ് ആണല്ലോ. ഒരു 84 വയസ്സുകാരന്റെ വോയിസിന്റെ എക്സ്പ്രഷൻ ആണല്ലോ ഒരു 42 ഇയേഴ്സ്. അപ്പൊ അതിന്റെ ഒരു എനർജി ലെവൽ വ്യത്യാസം ഉണ്ടാവാം, ടോണും ട്യൂണും വ്യത്യാസം ഉണ്ടാവാം, പിന്നെ ന്യൂവാൻസസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ മൂളൽ ഞരങ്ങലൊക്കെ 84 വയസ്സുകാരൻ ഒരു പക്ഷേ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ബ്രീത്തിങ് ആയിരിക്കില്ല 42 ഇയേഴ്സിന്റെ വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം ഇഫക്റ്റീവ് ആണ് എന്നുള്ളത് ഓഡിയൻസ് സിനിമ കണ്ടിട്ട് പറയണം. എനിവേ എനിക്ക് ഒരു ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇതൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ പിന്നെ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ, മറ്റു ഡയറക്ടേഴ്സും എഴുത്തുകാരും ഒക്കെ ഈ കഥാപാത്രം കാണുമ്പോൾ ഒരു പക്ഷേ ഇയാൾക്ക് ഇങ്ങനെ കഥാപാത്രങ്ങൾ കൊടുക്കാമെന്ന് തോന്നിയാൽ അതൊരു വിജയമാവുന്നു. അതിനുവേണ്ടിയാണ് പ്രദീപിന്റെ കേസിൽ പ്രദീപിന്റെ ആ ഇമോഷൻ ലാസ്റ്റ് കാണുന്നത്. അപ്പം പ്രോബബ്ലി വേറെ ഡയറക്ടേഴ്സും റൈറ്റേഴ്സിന് അതൊരു തോട്ട് വരും, അത് എല്ലാ ആക്ടേഴ്സിനും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളിതിൽ നോക്കുന്ന എല്ലാവർക്കും, എല്ലാ സിനിമകളിലും അഭിനയിക്കുന്ന എല്ലാ നടന്മാരുടെയും ആഗ്രഹം അത് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് അതെ, ചിലപ്പോൾ നമ്മൾ ഒരു സിനിമയിൽ മുഴുനീളം ചെയ്തില്ലെങ്കിലും ചെയ്യുന്ന ഒരു സീനിലെ ചിലപ്പോൾ ഒരു ഡയലോഗ് ആയിരിക്കാം ചിലപ്പം വേറൊരാൾക്ക് സ്പാർക്ക് ചെയ്യാം. ഇത് ഇങ്ങനെ ഇയാളെ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യിക്കാലോ. അത് സത്യം പറഞ്ഞ ഒരു ബ്ലെസ്സിംഗ് ആണ്. അത് പ്രതിവേട്ടം പറഞ്ഞ വളരെ കറക്റ്റ് ആയിരുന്നു. ഇന്നലെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ രുദ്രം എന്നുള്ള സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, രാജേഷ്. അപ്പോൾ എന്നെ 15 വർഷമായിട്ട് എന്നെ അറിയുന്ന, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു അസോസിയേറ്റ് ഡയറക്ടർ, അദ്ദേഹം എൻ്റെ ഇതുവരെയുള്ള ഒരു സിനിമയും കണ്ടിട്ട് വിളിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ അദ്ദേഹം രുദ്രം കണ്ടിട്ട് വിളിച്ച് ഒരു സീനെ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ, വളരെ നന്നായിട്ടുണ്ടായിരുന്നില്ലേ, കീപ് ഗോയിങ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതിവേട്ടം പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മുടെ ഒരു ഷോട്ട് കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മളെ ഇങ്ങനെയും കാണുന്നത് അവര്. ശരിയാ, ഒരു ചെറിയ സംഭവം മതി നമ്മുടെ ലൈഫ് മാറ്റി മറിക്കാന്ന് പറയുന്നത് സത്യമല്ലേ. ചിരഞ്ജീവി പണ്ട് രജനീകാന്തിന്റെ ഒരു സിനിമയിൽ ഒരു ഷോട്ടിലെ കണ്ടു വന്ന ആളാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് നടന്മാർ അങ്ങനെ നമ്മുടെ മലയാള സിനിമയിൽ, അയ്യോ നമ്മുടെ ഹരിശ്രീ ചേട്ടൻ അല്ലേ അങ്ങനെയല്ലേ വന്നത്, ഒരു ചെറിയ സീൻ പടം ചെയ്ത രണ്ടുപേരും ഈ 2 പടം ചെയ്തത്. ഇതിൽ ഇവർക്കൊരു കയറ്റം വന്നാൽ ഐ ആം ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ. അതിനൊരു വലിയൊരു അംഗീകാരം അല്ലേ. സാറിന്റെ നാവ് പൊന്നാവട്ടെ.